എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മല്ലു ജംഗ്ഷൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയുടെ താഴെ കുറേ പേര് കുറേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ എണ്ണത്തിന് ഞാൻ റിപ്ലൈ ഒക്കെ കൊടുത്തു. പക്ഷേ എന്തിലും കുറേ എണ്ണത്തിന് റിപ്ലൈ കൊടുക്കാതെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറേ പേര് കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഉത്തരങ്ങളായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഇനി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ എത്തിക്കാനായിട്ട് പതിവ് പോലെ ഷെയറും കൂടെ ചെയ്തു കൊടുക്കാൻ മറക്കാതിരിക്കുക. കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ഇനി ഒരു ഇൻ്റർവ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഇനി ഒരു ഇൻ്റർവ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചവർക്കുള്ള ഒരു ഉത്തരമായിക്കോട്ടെ എന്ന് ഞാൻ കരുതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, എനിക്കറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഇനി നടക്കാൻ സാധ്യതയുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ്, അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ, അതായത് അപ്ലൈ ചെയ്ത് ചിലപ്പോൾ ചില ആൾക്കാരെല്ലാം PCC ഒക്കെ എടുത്ത് ഇങ്ങോട്ട് വരാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കുറേ പേരുടെ വിസയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ യുദ്ധം കാരണം അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസിൽപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. ആ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾട്ട് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ വെറി ചെയ്യേണ്ട കാര്യമില്ല. സപ്പോസ് ഇനി ഒരു ഇൻ്റർവ്യൂ അവർ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയിലും കാര്യങ്ങളും പഴയ പോലെ തന്നെ മെയിലും കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങളെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അവർ വിളിക്കുന്നതാണ് എന്നുള്ള കാര്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വെറി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ ഒരു പ്രോസസ്സും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം അവർ തീർച്ചയായിട്ടും നിങ്ങളെ ഈ പറഞ്ഞ മെയിൽ വഴി നിങ്ങളെ അറിയിക്കുന്നതാണ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും കാര്യം. മറ്റൊരു സംശയമായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നൊരു ചോദ്യമാണ്, എനിക്ക് ലോക്കം കോൺട്രാക്റ്റിൻ്റെ മെയിൽ വന്നത് മാർച്ചിലാണ്, ഇനി എത്ര മന്ത് ഞാൻ വെയിറ്റ് ചെയ്യണം? അറൗണ്ട് 1 ഇയർ ഫിനിഷായി എന്നുള്ള രീതിയിലാണ് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ഈ തരത്തിലുള്ള ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട്. ഒരുപാട് പേര് ഈ ഒരു സംശയത്തിൻ്റെ പേരിൽ നിൽക്കുന്നവരുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം ജനുവരി അതായത് ജനുവരിയിലൊക്കെ ഈ പറഞ്ഞ ലോക്കം മെയിൽ കിട്ടിയവരുടെയൊക്കെയാണ് ഏകദേശം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതായത് വിസ ഇഷ്യൂ ചെയ്തത് എന്നറിയാൻ സാധിച്ചത് ജനുവരിയിലുള്ളവരുടെയാണ് എന്നാണ്. അപ്പോൾ ജനുവരി കഴിഞ്ഞിട്ടുള്ളവരുടെ ഒന്നും വിസകൾ അത്ര പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടന്നിട്ടില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ മാത്രമേ ഇനി അത് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. നിങ്ങൾക്കറിയാം, ഏകദേശം ഒരു 1.5-2 മാസത്തോളമായിട്ട് നമ്മുടെ കുവൈറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം ബ്ലോക്കായി കിടക്കുകയായിരുന്നു. എയർപോർട്ടും കാര്യങ്ങളൊക്കെ ബ്ലോക്കായി, ഇവിടുത്തെ എല്ലാ പ്രോസസ്സുകളും ഇൻകംപ്ലീറ്റ് ആയിരുന്നു. പക്ഷേ നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴാണ് അതൊന്ന് വർക്കിംഗ് സ്റ്റേജിലോട്ട് എത്തിയിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലെല്ലാം തന്നെ പഴയ പോലെ തന്നെ വിസയും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ വരും ദിവസങ്ങളിൽ വിസയും കാര്യങ്ങളൊക്കെ റീഇഷ്യൂ ചെയ്യുകയും, അതായത് ഒരുപാട് പേർക്ക് വിസയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഈ യുദ്ധം കാരണം അവർക്ക് യാത്ര ചെയ്ത് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ക്യാൻസലായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതൊക്കെ വീണ്ടും അവർക്ക് റീഇഷ്യൂ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു പ്രോസസ്സിൻ്റെയൊക്കെ ഡിലേകളും കാര്യങ്ങളും വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മാർച്ചിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലോക്കം കോൺട്രാക്റ്റിൻ്റെ മെയിൽ കിട്ടിയവരാണെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർക്കുക, ഇപ്പോൾ ഏകദേശം ജനുവരി ഒക്കെ കഴിഞ്ഞവരുടെയൊക്കെയാണ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം താമസം ഇനിയും ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് ഒരു യുക്തിപരമായിട്ട് ചിന്തിച്ച് നോക്കുക. ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെയൊക്കെ സാവകാശം ഇതിനകത്ത് എടുക്കണം. എല്ലാം ധൃതി വെച്ചിട്ട് ഒരു കാര്യവും നമുക്ക് നേടാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു, ജനുവരി അവസാനം വരെ ഉള്ളവരുടെയൊക്കെയാണ് ഇപ്പോൾ ഏകദേശമൊക്കെ വിസയൊക്കെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ ജനുവരി തന്നെ കംപ്ലീറ്റ് ആയിട്ടുമില്ല. പക്ഷേ ചിലരൊക്കെ ചിലപ്പോൾ തോന്നാം, ജനുവരി കഴിഞ്ഞിട്ടുള്ളവരുടെയൊക്കെ വിസ വന്നിട്ടുണ്ടല്ലോ എന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നാം. അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയയിലുള്ള അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ഏരിയയിൽ അവർ വിളിച്ച് ക്ഷണിച്ച് ഒരു വിസ അയച്ചു കൊടുത്ത് വന്നവരാണ്. അല്ലാതെ ജനുവരിയിലുള്ള എൻഡ് വരെ ഉള്ളവരുടെയാണ് വിസയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം ഇഷ്യൂ ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ശേഷമുള്ളവരാണെങ്കിൽ, അതായത് ഫെബ്രുവരി മാർച്ച് പോലുള്ളവരൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ വെറി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു ലോക്കം മെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് സെലക്ഷൻ മെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോഴും കുവൈറ്റ് മോയിച്ച് അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ വെറി ചെയ്യാതെ സാവകാശം കാത്തിരിക്കുക എന്നുള്ള കാര്യമാണ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോയിലും എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഇതിനു മുമ്പുള്ള കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വട്ടം നമ്മൾ കുവൈറ്റ് എമോച്ചിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള കാര്യം. അതായത് ഒരു പാസ്പോർട്ട് ഉപയോഗിച്ച് നമുക്ക് ഒരു തവണ മാത്രമേ നമുക്ക്
അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ എങ്കിലും കുറേ പേര് കുറേ ഉടായിപ്പൊക്കെ കാണിച്ചിട്ട് വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെയും അല്ലെങ്കിൽ പേഴ്സണലായിട്ടൊക്കെ കുറേ പേര് നമ്മളോട് വീണ്ടും ചോദിച്ചു, ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത് ഇട്ടിരുന്നതാണ്, എനിക്കിതുവരെ ഇൻ്റർവ്യൂവിൻ്റെ മെയിലൊന്നും വന്നിട്ടില്ല, ഞാൻ ഇനി വീണ്ടും റീ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും റീ അപ്ലൈ ചെയ്യേണ്ട ഒരാവശ്യമില്ല. കാര്യം ഇൻ്റർവ്യൂ ഇപ്പോൾ പ്രസൻ്റ്ലി നടക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഇനി ഒരെണ്ണം ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഇനി ഒരു ഇൻ്റർവ്യൂ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നേരത്തെ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നവരെ ആയിരിക്കും വിളിക്കുന്നത്. ഇപ്പോൾ ലോക്കൽ ഇൻ്റർവ്യൂ ആണെങ്കിലും നടന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാരെയാണ് അവർ സെലക്ട് ചെയ്തിട്ട് അവർ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൺസ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മെയിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഇനിയൊരു ഇൻ്റർവ്യൂ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എംഒഎച്ചിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളെ വിളിക്കുന്നതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അവിടെ വന്നിരിക്കുന്ന കുറച്ച് കമൻറ്റുകളും കാര്യങ്ങളും ഞാൻ വായിക്കാം. താങ്ക് യു ഫോർ യുവർ ലേറ്റസ്റ്റ് അപ്ഡേഷൻ വീഡിയോ. ബ്രോ യൂണിഫോം ഓൾറെഡി എടുത്തു പോയി, വിസ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഫെബ്രുവരി വിസ പ്രോസസ്സിംഗ് മെയിൽ വന്നതാണ് എന്ന് പറഞ്ഞു. അതിനുള്ള റിപ്ലൈ ഞാൻ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ യൂണിഫോം കാര്യങ്ങളും ഒരു ജോഡി മാത്രം കരുതിയാൽ മതി. കാര്യം കുവൈറ്റ് എംഒഎച്ചിലോട്ട് വരുന്ന എല്ലാ നേഴ്സുമാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യൂണിഫോം ഇപ്പോൾ ചേഞ്ച് ആകാനായിട്ട് പോവുകയാണ്. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഒരേ തരത്തിലുള്ള ഇപ്പോൾ വൈറ്റ് ആൻഡ് വൈറ്റ് ആണെന്നുള്ളത് മാറ്റി റോയൽ ബ്ലൂ ആക്കാൻ പോവുകയാണെന്നൊക്കെ കേൾക്കുന്നു. അതിൻ്റെ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ മാറ്റി, ചില സ്ഥലങ്ങളിൽ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന അതാണ് ഹോസ്പിറ്റലിൽ ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2 ജോഡി അല്ലെങ്കിൽ 3 ജോഡി യൂണിഫോമായിട്ടൊന്നും വരേണ്ട കാര്യമില്ല. ഒരു ജോഡി മാത്രം എടുത്തിട്ട് വന്നാൽ മതി. ഇപ്പോൾ ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനായിട്ടില്ല. അതുപോലെ തന്നെ പ്ലീസ് ബ്രോ യൂസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ സബ് ടൈറ്റിൽസ് ഓർ ക്യാപ്ഷൻസ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുവർ, തീർച്ചയായിട്ടും ഇനി മുതലുള്ള വീഡിയോകളിൽ സബ് ടൈറ്റിൽസ് ക്യാപ്ഷൻസ് ഇത് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അതിന് സമയവും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ടാണ് അതിന് മുതിരാത്തത്. പലപ്പോഴും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പല വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വരുന്നത്. ഇനിയുള്ള വീഡിയോകളിൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ സബ് ടൈറ്റിൽസ് ഐ വിൽ ആഡ് ഇറ്റ് ഫോർ ദാറ്റ്. അതുപോലെ തന്നെ ഒക്ടോബർ അപ്ലൈ ചെയ്തതാണ്, ഇൻ്റർവ്യൂ വിളിച്ചില്ല ഇതുവരെ. ഞാനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞായിരുന്നു, ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ ബ്രദർ ഇപ്പോൾ ഇൻ്റർവ്യൂ വിളിക്കുന്നുണ്ടോ അതിൻ്റെ ഉത്തരമാണ് പറഞ്ഞത്. താങ്ക് യു സോ മച്ച് ബ്രദർ ഫോർ ഇൻഫർമേഷൻ വീഡിയോ. ചേട്ടാ വാട്സപ്പ് ലിങ്ക് ഒന്ന് സെൻഡ് ചെയ്യുമോ? തീർച്ചയായിട്ടും വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്രൂപ്പ് മാത്രമാണ്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. ഈ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ വാട്സപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സെയിം കുറേ ക്വസ്റ്റ്യൻസാണ് എല്ലാവരും ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള ഉത്തരങ്ങളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നതും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ലിങ്കും കാര്യങ്ങളും ഉപയോഗിക്കുക. നമ്മുടെ മറ്റുള്ള സോഷ്യൽ മീഡിയ ലിങ്കും കൂടെ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അതിലും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.